നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് സിമ്പിളായിട്ട് അളക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ അളക്കുമ്പോൾ അതിൻ്റെ തറയുടെ പുറംഭാഗമാണ് അളക്കേണ്ടത്. അതായത് ചുമരിൽ നിന്ന് ഏകദേശം 5 സെന്റിമീറ്ററോളം ഓഫ്സെറ്റ് ഉണ്ടാവും തറപ്പുറത്തിന്. അപ്പോൾ ആ ഒരു തറയുടെ ചുറ്റുഭാഗമാണ് നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ അളക്കുമ്പോൾ അളക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ അളക്കുമ്പോൾ ഭിത്തിയുടെ പുറംഭാഗമാണ് അളക്കേണ്ടത്. ഇത് രണ്ടും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ അളക്കുമ്പോൾ തറയുടെ ചുറ്റുഭാഗമാണ് അളക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ അളക്കുമ്പോൾ നിങ്ങൾ ചുമരിന്റെ ചുറ്റുഭാഗമാണ് അളക്കേണ്ടത്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള 2 ഡ്രോയിങ്ങുകൾ വരച്ചിട്ടുണ്ട്. ഈ 2 ഡ്രോയിങ്ങുകൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് കറക്റ്റ് ഏകദേശം ഒരു ചതുരത്തിലാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ ഇത് ചെറിയൊരു കട്ടിംഗ് ഉണ്ട്. ഈ 2 രീതിയിലും അളക്കുന്നതിനുള്ള ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് ഫസ്റ്റത്തെ ഡ്രോയിങ്ങിന്റെ ഒരു ഭാഗം 10 മീറ്ററും ഒരു ഭാഗം 8 മീറ്ററുമാണ്. അപ്പൊ നമുക്കറിയാം നീളം ഗുണം വീതി. ചതുരത്തിന്റെ ഏരിയ കാണുന്നതിന് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ്. അപ്പോൾ 10 ഗുണിക്കണം 8 ഏകദേശം 80 മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ വീട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നാണ് നിങ്ങൾ നോക്കാൻ പോകുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ 80 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്ററിൽ നിന്ന് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 10.764. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്ക്വയർ മീറ്ററിൽ നിന്നും സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഇക്വേഷൻ ആണിത്. 10.764 കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾക്ക് സ്ക്വയർ മീറ്ററിലുള്ളത് സ്ക്വയർ ഫീറ്റിലേക്ക് മാറി കിട്ടും. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെല്ലാം, പഞ്ചായത്ത് ഡ്രോയിങ്, അത്തരം ഡ്രോയിങ്ങുകളിലെല്ലാം സ്ക്വയർ മീറ്ററിലായിരിക്കും ഉണ്ടാകുക. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 10.764 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 861.12 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ചതുരത്തിലുള്ള ഒരു വീട് സിമ്പിൾ ആയിട്ട് അളക്കുന്നതിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് നീളം ഗുണിക്കണം വീതി കണ്ടുപിടിച്ചതിന് ശേഷം അത് സ്ക്വയർ മീറ്ററിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുക. അത് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10.764 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 10.764 കൊണ്ട് ഗുണിച്ചാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടുക. ഇതിനിപ്പോൾ നിങ്ങൾ ഇതേയും സ്ക്വയർ മീറ്ററിൽ ടാപ്പ് പിടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ അടിക്കണക്കിൽ ടാപ്പ് പിടിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതിൽ പോയിന്റ് എല്ലാം വരുമ്പോൾ 1/4, 3/4 ഇത്തരത്തിലുള്ള പോയിന്റ് എല്ലാം വരുമ്പോൾ ചില ആളുകൾക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത കറക്റ്റ് ആയിട്ടുള്ള അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ സ്ക്വയർ മീറ്ററിൽ എടുത്ത ശേഷം ഈ 10.764 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റിലാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ രണ്ടാമത്തെ ഡ്രോയിങ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ഡ്രോയിങ്ങും കൂടെ നിങ്ങൾക്ക് വരച്ച് തരാൻ കാരണം എല്ലാ വീടുകളും ചതുരത്തിലാവില്ല, ചില കട്ടിങ്ങുകളെല്ലാം ഉണ്ടാവും. അപ്പൊ കട്ടിങ്ങുകളില്ല വീടുകൾ സിമ്പിളായിട്ട് അളക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ കട്ടിംഗ് ഉള്ള വീടിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ടുള്ള ചതുരങ്ങളാക്കി മാറ്റുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് 2 ചതുരങ്ങളാക്കി മാറ്റുമ്പോൾ ഈ 2 ചതുരങ്ങളെ സ്ക്വയർ മീറ്റർ കണ്ടതിന് ശേഷം അത് രണ്ടും പ്ലസ് ചെയ്ത് അതിന് നമുക്ക് 10.764 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. ഈ ഒരു ഭാഗം 10 മീറ്ററും മറ്റൊരു ഭാഗം 6 മീറ്ററും, അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പോർഷന്റെ ഈ ഒരു ഭാഗം പാടെ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഈ ഒരു ഭാഗം 5 മീറ്ററും ഈ ഒരു ഭാഗം 4 മീറ്ററുമായിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ 10.764 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് 10 ഗുണിക്കണം 6 60 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 5 ഗുണിക്കണം 4
ഇതിന് നമുക്ക് 20 എന്നും ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയതുപോലെ തന്നെ 80 സ്ക്വയർ മീറ്റർ ആണ് കിട്ടുന്നത്. ഇതിനെ നമുക്കിനി ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 80 ഗുണിക്കണം 10.764 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവ് കിട്ടും. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 861.12 ആണ് ഇതിന്റെയും ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സിമ്പിൾ രീതി. കട്ടിംഗ് ഉള്ള പോർഷൻ എങ്ങനെയാണ് അളക്കേണ്ടതെന്നും കട്ടിംഗ് ഇല്ലാത്ത പോർഷൻ ചതുരത്തിലുള്ള ഒരു വീടാണ് നിങ്ങളതെങ്കിൽ അത് എങ്ങനെയാണ് അളക്കുന്നതെന്നും രണ്ടും വേറെ വേറെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള വീടിനെ കുറിച്ചും അതുപോലെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, വാസ്തുശാസ്ത്രം ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ